സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും വിഷയം വർഗീയതയാണ്. അതായത് കേരളത്തിലായിരുന്നാലും ഇന്ത്യയിൽ മൊത്തത്തിലായിരുന്നാലും വർഗീയ വിഷം ചീറ്റുന്നത് സംഘപരിവാർ BJP സംഘങ്ങളാണ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം BJPയും സംഘപരിവാറുകാരും കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. കാര്യം അവർ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് CPM കാണിക്കുന്ന തറവേല കണ്ടിട്ട്. ആദ്യം വെള്ളാപ്പള്ളിയെ ഇറക്കി. മലപ്പുറം പ്രത്യേകമായ ഒരു രാജ്യമാണ്. അവിടെ ഹിന്ദുക്കൾ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. അവർക്കവിടെ ജീവിക്കാനൊക്കുന്നില്ല, മിണ്ടാൻ കഴിയുന്നില്ല, ഭയപ്പെട്ടാണ് കഴിയുന്നത്. അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ശരി, അത് കഴിഞ്ഞ് AK ബാലൻ ഇറങ്ങി. പഴയ മന്ത്രിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. AK ബാലൻ ഇറങ്ങി പറഞ്ഞു തുടങ്ങി, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് വരെ കേരളത്തിൽ ഒരു സീറ്റില്ല. അപ്പോൾ ആ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നുകൂടെ പറഞ്ഞു, മാറാട് കലാപങ്ങൾ ഇനിയും ആവർത്തിക്കും. അപ്പോൾ എന്താണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് മറാട്, കോഴിക്കോട് മറാട് കലാപം, അവിടെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം, ഇതിൻ്റെ ബാക്കിലെല്ലാം പ്രവർത്തിക്കുന്നത് CPM ആണ്. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന CPM ആണ്. അവര് ഇതിൻ്റെ ഇടയിൽ ഇറങ്ങി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ്. കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി അവരങ്ങ് രംഗപ്രവേശം ചെയ്യും. അപ്പൊ ഇതാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ വലിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് തൊഴിൽ എടുക്കുന്നവന്മാരുണ്ടല്ലോ, അവർ പറയുന്നത് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവില്ല. അപ്പോൾ അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴത്തേക്ക് ഭീമാവള്ളിയിൽ എത്രയെങ്കിലും ആളുടെ വെടിവെച്ച് വന്നു, അത് വർഗീയ കലാപമല്ല. അപ്പോൾ ഇതൊക്കെ നടക്കും. എന്നിരുന്നാലും ഒരു ഭാഗത്ത് എപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും. വർഗീയ കലാപം എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുന്നു. കാര്യം ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുകയാണ് കേരളത്തിൽ. വർഗീയ കലാപം ഉണ്ടാവില്ല. കാരണം UDF-കാർ എന്ന് പറയുന്നത്, ഐക്യജനാധിപത്യ മുന്നണിക്കാർ കഴിയുന്നത്ര ഈ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും പോകാറില്ല. അത് കേരള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ CPM എന്ന് പറയുന്ന പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർ അധികാരത്തിലിരുന്ന അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്തായാലും ശരി, CPM പ്രതിപക്ഷത്തിരിക്കണം. പാർട്ടി നശിച്ചു, പാർട്ടിയിലുള്ള എല്ലാവരും BJP പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് പറയുന്നത് എന്താണ്? കോൺഗ്രസ്സുകാരാണ് BJP പോണത്. കോൺഗ്രസ്സുകാർ പകല് പിന്നെ കോൺഗ്രസ്സുകാരും രാത്രി BJP-കാരുമാണെന്നാണ്, അല്ലെങ്കിൽ സംഘപരിവാറുകാരാണ്. എന്തായാലും ശരി, നല്ലതായിട്ട് വരട്ടെ. കേരളത്തിൽ ഉള്ള ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇപ്പൊ പിന്നെ വ്യത്യാസമില്ല അവർ തമ്മിൽ. എന്തായാലും പിന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് വളരെയധികം വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും കോപ്പുണ്ട്. പഞ്ചായത്ത്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി അന്തം വിട്ട് നടക്കുകയാണ്. അവർക്ക് മനസ്സിലായി യാതൊരു കാരണവശാലും ഇനിയൊരു അധികാരം കിട്ടില്ല. അപ്പോൾ ആകെ 3 സ്റ്റേറ്റിലാണ് CPM ഉണ്ടായിരുന്നത്. ത്രിപുരയും പശ്ചിമ ബംഗാളും പോയി. ആകെ കൂടി ഒരു പിടിവള്ളി എന്ന് പറയുന്നത് കേരളമാണ്. കേരളം എന്താ ഇത് വിടാൻ പോയത്? കാരണം ഇനി കൂടുതൽ ഇനി വർഗീയ പറയാൻ വേറൊന്നുമില്ല. അടുത്തവൻ ഇറങ്ങി, സജി ചെറിയാൻ ഇറങ്ങി. എന്താണ് പറയുന്നത്? നിങ്ങൾ മലപ്പുറത്തെയും കാസർഗോട്ടെയും ജയിച്ചു വന്ന ആളുകളുടെ പേരെടുത്ത് പരിശോധിക്കാം. എന്തേ സജി ചെറിയാൻ എവിടത്തുകാരനാണ്? കോട്ടയം, ഇടുക്കിയും പത്തനംതിട്ടയിലുള്ള പേരെടുത്ത് പരിശോധിക്കാത്തത് ജയിച്ചു വന്നവരുടെ? അതെന്ത് പറയാത്തത്? അതെന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ വർഗീയത, അതായത് ചേരിതിരിവ് ഉണ്ടാക്കുക, വംശീയത, ജാതി പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ്. അതായത് അധികാരം കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കാൻ ആളുകൾക്ക് യാതൊരു വൈമനസ്യമില്ല. BJP-ക്കാരും സംഘപരിവാറുകാരും ഒളിച്ചും പാത്തും പതുങ്ങി നിന്നാണ് വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പച്ചയ്ക്ക് മന്ത്രിമാർ, CPM മന്ത്രിമാരെ തന്നെ പറയണം,
പഴയ മന്ത്രി, പുതിയ മന്ത്രി, അർഹതയില്ലാത്തവന് അധികാര സ്ഥാനം കിട്ടിയാൽ ഇതും ഇതിനപ്പുറവും നടക്കും. പിണറായിക്കും പച്ച വർഗീയ പറയുന്നതിന് യാതൊരു പുളിപ്പുമില്ല, യാതൊരു എളുപ്പമില്ല. ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ, സത്യം പറയണം. ഈ പാർട്ടിയെ നശിപ്പിച്ചേ അയാൾ അടങ്ങുള്ളൂ. അത് ഇവിടെയുള്ള എല്ലാ CPM-കാർക്കും അറിയാം പിണറായി പറയുന്ന പച്ച വർഗീയതയാണെന്നും ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിച്ചതല്ല എന്നും അറിഞ്ഞും കൊണ്ട് എന്തുകൊണ്ട് പിന്നെ ഇവർ ഭയപ്പെട്ടു നിൽക്കുന്നു? അതാണ് മനസ്സിലാവാത്തത്. ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനു ഭയക്കണം? പറയാനുള്ള കൂടെ പറയണം. CPM എന്ന് പറയുന്നത് ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ. ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പറയാൻ ഇത്ര ഭയം എന്താ? അധികാരം പോകുന്ന, അല്ലെ MLA സ്ഥാനം ഇല്ലാതാവുന്ന, അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ നിൽക്കാൻ സമ്മതിക്കാൻ വേണ്ടാന്ന് വിചാരിക്കണം. ഇനിയും വരുമല്ലോ ഇലക്ഷനും അതും ഇതുമൊക്കെ വരും. അപ്പൊ MLA-യും MP-യും ഒക്കെ ആയാൽ പോരെ, അല്ലെ മന്ത്രിയൊക്കെ ആയാൽ പോരെ. അപ്പോ മനുഷ്യരെ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കി പിന്നെ വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പടർത്തി ഇല്ലാത്ത ലാഭം കൊയ്യാം എന്ന് കണക്കാക്കുന്ന അർഹതയില്ലാത്തവർ അധികാരം കൈയാളുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അർഹതയില്ലാത്തവനാണ്. അതിപ്പോ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നവനായിരുന്നാലും ശരി, നമുക്കറിയാം അവര് അർഹതപ്പെട്ടതല്ല. അതൊന്നും അർഹതപ്പെട്ടവനെ അധികാരം കിട്ടാവും. അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഒക്കെ വേണം ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ. നമ്മൾ കാണുന്നില്ലേ ഇപ്പോ നായരും ഈഴവരും കൂടെ ഒന്നിച്ച് എന്തിനാണ് ഒന്നിച്ചത്? സമുദായ നേതാക്കന്മാരാണ് ഒന്നിച്ചത്. ഈ സമുദായം എന്ന് പറയുന്നത് എന്താണ്? അതിന് നേതാക്കന്മാരുടെ കടമ എന്താണ്? ആ സമുദായത്തിനെ സൂക്ഷിക്കുക എന്നുള്ള, കാത്തു രക്ഷിക്കുക എന്നുള്ളതല്ലേ ആ സമുദായങ്ങൾ. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? പാവപ്പെട്ട നായർക്കും പാവപ്പെട്ട ഈഴവനും വേണ്ടി ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പിന്നെ അക്കമിട്ട് നിരത്തി പറയട്ടെ. സാധാരണ ഒരു പാവപ്പെട്ട ഈഴവന്, ഒരു പാവപ്പെട്ട നായർക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്? ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവസാനം എന്ന് പറയുന്നത് ഇവരും അർഹതയില്ലാതെ അധികാരത്തിലിരിക്കുന്നവരും കൂടെ ചേർന്ന് ദൈവത്തിന്റെ സ്വർണം വല്ല അടിച്ചു മാറ്റി. നമ്മൾ ആലോചിക്കണം. യാതൊരു കാരണവശാലും ഇതൊന്നും മറക്കാൻ കഴിയില്ല. ഇതൊക്കെ അടുത്ത ഇലക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അവർ പല കളികളും കളിക്കും. കഴിഞ്ഞ ഇലക്ഷന് ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടി അവരെല്ലാം കൂടെ കൊന്നു കുഴിച്ചു മൂടി. ഒരു ജനിത എന്ന് പറയുന്ന അവളെ ഇറക്കിയിട്ട് ഈ തേവിടിച്ച് പെണ്ണുങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇറക്കി അതിൽ വിജയിച്ചു എന്നുള്ളത് കണ്ടാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ അങ്ങനെ ഒരു കേസുണ്ടാക്കി ആ പിന്നെ ചെറുപ്പക്കാരനെ തുലയ്ക്കാൻ നോക്കി. അപ്പോൾ ഇങ്ങനെ ഈ പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ ലൈംഗിക പിന്നെ ചൊവ്വയുള്ള അല്ലെങ്കിൽ ലൈംഗികമായ ഏർപ്പാടുകൾ അതും ഉണ്ടാക്കി സംസാര വിഷയമാക്കി അതൊക്കെ നാട്ടിൽ ചർച്ചയാക്കി എങ്ങനെ അധികാരം പിടിക്കുക? എന്തായാലും ശരി, അത് വേവില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ വർഗീയ കാർഡ് ഇറക്കിയത്. അപ്പോൾ പെണ്ണുങ്ങളെ വെച്ചുള്ള കളി നടക്കില്ല. എന്തായാലും ശരി, ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിജീവിതകളായി. അപ്പോൾ ഈ അതിജീവികൾ ചെയ്യുന്ന കണ്ടില്ല, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടില്ലേ 2 ദിവസത്തിന് മുമ്പ് അയാൾ ആത്മഹത്യ ചെയ്തു. ഇവളൊക്കെ ക്യാമറയും കൊണ്ട് കയറുകയാണ്. എന്നിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ തള്ളി വെച്ചും കൊണ്ട് ആണുങ്ങളെ അടുത്ത് ചെന്ന് മുട്ടി ഉരുമി നിൽക്കുക, അവന്റെ അവിടെ എവിടെയെങ്കിലും കയറി പിന്നെ അറിഞ്ഞോ അറിയാതെയോ തട്ടുക, അതിനുശേഷം അത് ഫോട്ടോ എടുത്തു വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അത് ചർച്ചയാക്കി അത് വൈറലാക്കി പൈസ സമ്പാദിക്കുക. എന്ത് ചെറ്റത്തരവും കാണിക്കും. പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും